എല്ലാവർക്കും മിസ്റ്റർ വെച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മാങ്ങയുടെ സമയമാണ് അപ്പോൾ മാങ്ങ വെച്ച് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഒരു ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നോർമൽ മാംഗോ ജാം പോലെയല്ല, ഇതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് വേണം മാങ്ങയുടെ ജ്യൂസാണ് ഇത്. 3/4 കിലോ മാങ്ങയുടെ ജ്യൂസാണിത്. ശകലം വെള്ളം ഒഴിച്ച് അടിച്ചെടുത്താണ്, നല്ല കട്ടിയോട് അടിച്ചെടുത്ത ജ്യൂസാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നല്ല നാരുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ അരിച്ചെടുത്താൽ കൊള്ളായിരിക്കും. ഇത് നല്ല നാരുള്ള മാങ്ങയായതുകൊണ്ട് അരിച്ചെടുത്തതാണ്. നാര് കുറവുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചേർക്കുന്നത് ആപ്പിളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആപ്പിൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന ജാമിനകത്ത് പെക്റ്റിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട്. അപ്പോൾ അത് ചേർക്കുമ്പോഴത്തേക്കാണ് ജാമിന് കുറച്ചൊരു ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഈ സാധനം ഈ ആപ്പിളിൽ നോർമലായിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ആപ്പിളിൽ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച ആപ്പിൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം, ജ്യൂസ് അടിച്ചെടുക്കാം. അപ്പോൾ ആപ്പിളിൻ്റെ ജ്യൂസ് നമുക്ക് കുക്ക് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മാംഗോ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. ഇതിലേക്ക് 300 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ അത് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വറ്റി വരണം, കട്ടി കൂടി വരണം. അപ്പോൾ അതാ നമ്മുടെ ജാം വറ്റി വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ ഒന്ന് വറ്റാണ്ട്. അപ്പോൾ അതാ നമ്മുടെ ജാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. കാര്യം ഇത് തവിയിട്ട് നീക്കുന്ന സമയത്ത് പാത്രത്തിൻ്റെ അടിഭാഗം കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏകദേശ പാകം എന്ന് പറയുന്നത്. ഇങ്ങനെ മാറ്റാൻ നേരത്ത് അടി കാണാൻ പറ്റും, കണ്ടോ? അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് മാറട്ടെ. ചൂട് മാറുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ജാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, അതോടൊപ്പം തന്നെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ മറ്റു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.